നമ്മൾ നെറ്റ് ഫാബ്രിക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് ചെയ്യുന്നത്. 3 കളർ ത്രെഡ് കൊണ്ടുള്ള ഫ്രഞ്ച് നോട്ടും പിന്നെ ഗ്രീൻ കളർ കൊണ്ടുള്ള ലീഫ് പോലുള്ളതും കൊടുക്കുന്നു. നമ്മളത് ഫ്ലൈ സ്റ്റിച്ച് വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ഡിസൈനാണ് കണ്ടത്. ഈ 3 കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ഇവിടെ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ത്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് 2 എൻഡും കൂട്ടിക്കെട്ടിയൊക്കെ ചെയ്യുന്നത്. സ്റ്റാൻഡ്സ് ഒന്നും മാറ്റിയിട്ടില്ല, 2 എൻഡും കൂട്ടിക്കെട്ടിയൊക്കെ. അപ്പം നമ്മൾ നെറ്റിലാണ് ചെയ്യുന്നതുകൊണ്ട് എൻഡ് ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ കെട്ടിയെടുക്കണം. ഇനി നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലുള്ള കളർ ത്രെഡ് കൊണ്ട് ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാം. ഇത് ഫ്രഞ്ച് നോട്ട് കൊടുക്കുക ചെയ്യുന്നത്. പോയിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ചുറ്റിയിട്ട് താഴ്ത്തി ഇറക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ബാക്കി ഡിസൈൻസ് കൊടുക്കാം. അടുത്ത ഇവിടെ ആയിട്ട് നമുക്ക് ഈ കളർ ത്രെഡ് കൊണ്ടുള്ള ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. അത് നമുക്ക് ആദ്യം നടുക്കുന്ന സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ചെയ്യാം. ഇതിൽ നെറ്റ് ആണെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ നൂലൊന്നും കാണാത്ത രീതിയിലാണ് ഇപ്പോൾ കൊണ്ട് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഇതും ചെയ്തെടുക്കാം.
ചെയ്ത് തുടങ്ങാം. ഇതേ കളർ നൂല് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അതും കൂടി ചെയ്യും. ഇപ്പോൾ ഇത് നമുക്കിതുപോലെ നോട്ടിട്ട് എൻഡ് ചെയ്ത് മാറ്റാം. അത് നമ്മൾ ഈ ഒരു കളറിൽ ത്രെഡ് കൊണ്ടുള്ള ലൈറ്റ് പിങ്ക് കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതും സെയിം ഫ്രഞ്ച് നോട്ട് തന്നെ വെച്ചിട്ട് ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ലീവ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ലീവ്സിന് ഞാൻ ഇതുപോലെ 6 സ്ട്രാൻഡ്സിൽ നിന്ന് 2 സ്ട്രാൻഡ്സ് അങ്ങ് മാറ്റുക ചെയ്യുന്നത്. എന്നിട്ട് ഗ്രീൻ കളർ യൂസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് മാറ്റാൻ വേണ്ടി കുറച്ച് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ മാറ്റിയെടുത്താൽ മതി. അത് ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുകയും ചെയ്യും. നമുക്കിപ്പോൾ ഇവിടെ ഇതുപോലെ ഫ്ലൈ സ്റ്റിച്ച് കൊടുത്ത് ഇവിടെ ഒരു ഡിസൈൻ പോലെ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു എൻഡ് മാത്രമാണ് കെട്ടിയേക്കുന്നത്. 4 സ്ട്രാൻഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഇതിപ്പോൾ നോട്ടിട്ട് നമുക്ക് എൻഡ് ചെയ്തിട്ട് ബാക്കി ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഡിസൈൻ കൊടുക്കാം.
ഇതുപോലെ നമുക്ക് ഈ കോട്ട മെറ്റീരിയലിലോ നെറ്റ് ഫാബ്രിക്കിലൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കണ്ടോ, ഒട്ടും തന്നെ സ്റ്റിച്ചസ് പുറത്ത് കാണുകയില്ല. ഉണ്ട്, ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ സീക്വൻസോ കുഞ്ഞു ബീഡ്സൊക്കെ വെച്ചിട്ട് വീണ്ടും നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് സാരിയിലും ചുരിദാറിലും ഒക്കെ ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഡിസൈൻസ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.